ഇടുക്കി മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയുടെ ഭാഗമായ മൂന്നാറിന് സമീപമുള്ള പെരിയവര പാലത്തിന്റെ തൂണുകളിൽ ഒന്നിന്റെ ചുവടിൽ നിന്നും പുഴയിൽ ഉറപ്പിച്ചിരുന്ന കോൺക്രീറ്റ് ഇളകി ഒഴുകിപ്പോയ നിലയിൽ. ഇതോടെ തൂണിനടിയിൽ പുഴയോർത്ത് ചേർന്ന ഭാഗത്ത് വിടവ് രൂപം കൊണ്ടു. മഴക്കാലം എത്തും മുൻപ് കോൺക്രീറ്റ് ചെയ്ത് വിടവ് നികത്തി പാലത്തിന്റെ തൂൺ സുരക്ഷിതമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മൂന്നാർ ഉദുമൽപേട്ട് അന്തർ സംസ്ഥാന പാതയിലുള്ള പ്രധാന പാലങ്ങളിലൊന്നാണ് മൂന്നാറിന് സമീപമുള്ള പെരിയവാര പാലം. മുൻപ് ഇവിടെയുണ്ടായിരുന്ന പാലം തകർന്നതോടെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു പെരിവാരയിൽ ഇപ്പോഴുള്ള പാലം നിർമ്മിച്ചത്. ഈ പാലത്തിന്റെ തൂണുകളിൽ ഒന്നിന്റെ ചുവട്ടിൽ നിന്നുമാണ് വലിയ തോതിൽ കോൺക്രീറ്റും മണ്ണും കല്ലുമൊക്കെ ഇളകിപ്പോയിട്ടുള്ളത്. ഇതോടെ പാലത്തിന്റെ തൂണിന് ചുവട്ടിൽ പുഴയുമായി ചേരുന്ന ഭാഗത്ത് വിടവ് രൂപം കൊണ്ടിട്ടുള്ള സ്ഥിതിയുണ്ട്. சென்டரில் உள்ள சூர் கம்ப்ளீட் கல்லுங்கள் எல்லாம் தண்ணி கொண்டு போயிடுச்சு. ஆனால் அது சரி பண்ணதுக்கு இடுக்கிலிருந்து ஒரு ஆஃபீஸர் வந்து பார்த்தாரு. இதுவரையும் எந்த நடவடிக்கையும் எடுக்கலை. ஆனால் மேல் நடவடிக்கை மழை வந்துருச்சுன்னா இவங்க என்ன வேலை செய்வாங்க? இனி மழை காலத்தில் ஒரு வேலையும் செய்ய முடியாது. அது உடனடியாக மேற்கொண்டு நடவடிக்கை எடுக்குமாறு மிக താഴ്മയോടെ കേട്ടുകൊള്ളുகிறோം. പാലത്തിന്റെ മധ്യഭാഗത്തായുള്ള തൂണുകളിൽ ഒന്നിന്റെ ചുവട്ടിൽ നിന്നുമാണ് ഉറപ്പിച്ചിരുന്ന കല്ലുകളും മറ്റും ഒഴുകിപ്പോയിട്ടുള്ളത്. ഇവിടെ രൂപം കൊണ്ടിട്ടുള്ള വിടവിൽ തടിക്കഷ്ണങ്ങളടക്കം വന്നടിഞ്ഞിട്ടുണ്ട്. മഴക്കാലം എത്തും മുമ്പേ കോൺക്രീറ്റ് ചെയ്ത് വിടവ് നികത്തി പാലത്തിന്റെ തൂൺ സുരക്ഷിതമാക്കണമെന്നാണ് ആവശ്യം. മഴക്കാലത്ത് ശക്തമായ വെള്ളമൊഴുക്കുള്ള പുഴയിലാണ് പെരിയവാര പാലം നിർമ്മിച്ചിട്ടുള്ളത്. പുഴയുമായി ചേരുന്ന തൂണിനടിഭാഗം ബലപ്പെടുത്തിയില്ലെങ്കിൽ ശക്തമായ വെള്ളമൊഴുക്കിൽ കൂടുതലായി തൂണിനടിഭാഗത്തു നിന്നും കോൺക്രീറ്റും കല്ലും മണ്ണുമൊക്കെ ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ പാലം അപകടാവസ്ഥയിലാകും. ഏറെ നാളത്തെ ആവശ്യങ്ങൾക്കൊടുവിലായിരുന്നു പെരിയവാര പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.